നമസ്കാരം. പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ് അസ്ട്രോളജി മലയാളം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അധ്യായത്തിൽ കൂടി പറയുന്നത്. ബുധനാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകർക്ക് അനുകൂലമായൊരു ദിവസമാണോ, ധനനേട്ടമുണ്ടോ, ലോട്ടറി ഭാഗ്യമുണ്ടോ എന്നൊക്കെയുള്ള വിവരങ്ങൾ അറിയുവാൻ പ്രിയപ്പെട്ടവർ ഈ വീഡിയോ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ബുധനാഴ്ച ദിവസത്തെക്കുറിച്ച് മലയാള തീയതിയിൽ പറഞ്ഞാൽ 1200 ആണ്ട് മീനമാസം 19-ാം തീയതിയാണ്. ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ചൈത്രമാസം 12-ാം തീയതിയാണ്. സൂര്യൻ ഉദിക്കുന്ന സമയം ബുധനാഴ്ച രാവിലെ 6:23 ബുധനാഴ്ച ദിവസം രാവിലെ 6:23 സൂര്യദേവൻ തൻ്റെ സമ്പുഷ്ടമായ പ്രഭാതകിരണങ്ങളുമായിട്ട് പഞ്ചമി തിഥിയിൽ കൂടി തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചു വരുന്ന സമയമാണ് ബുധനാഴ്ച ദിവസം രാവിലെ 6:23. തുടർന്ന് സൂര്യദേവൻ പഞ്ചമി തീയതിയിൽ കൂടി തന്നെയാണ് യാത്ര തുടരുക. തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറേ ചക്രവാളം ലക്ഷ്യമാക്കി യാത്ര തുടർന്ന് വൈകുന്നേരം 6:29 അസ്തമിക്കുന്നു. തുടർന്ന് ചന്ദ്രദേവൻ കടന്നു വരുന്നു, ഒരു രാത്രിയെ നമുക്ക് സമ്മാനിക്കുന്നു. അങ്ങനെ ഈ പ്രകൃതിയിൽ ബുധനാഴ്ച ദിവസം പകലും രാത്രിയുമായിട്ട് കടന്നു പോകുന്നു. സൂര്യദേവൻ തിരുവനന്തപുരത്തിൻ്റെ കിഴക്കേ ചക്രവാളത്തിൽ ബുധനാഴ്ച ദിവസം രാവിലെ 6:23 ഉദിച്ചു വരുമ്പോൾ കൂടെ നമുക്ക് പ്രത്യക്ഷമാകുന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. ഈ കാർത്തിക നക്ഷത്രം അല്പനേരത്തിനേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഉദയാൽപരം നക്ഷത്രമായിട്ട് കാർത്തിക നക്ഷത്രമാണ് വരുന്നത്. കാർത്തിക നക്ഷത്രം 8:51 വരെ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം രോഹിണി നക്ഷത്രമാണ് 27 നക്ഷത്ര ജാതകരെയും ബുധനാഴ്ച ദിവസം കൂടുതൽ സ്വാധീനിക്കുക. അപ്പോൾ രോഹിണി നക്ഷത്രം ബുധനാഴ്ച രാവിലെ 8:51 ആരംഭിക്കുന്നു. അവസാനിക്കുന്നത് ബുധനാഴ്ച ദിവസം രാവിലെ 8:51 ആരംഭിക്കുന്ന രോഹിണി നക്ഷത്രം അവസാനിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ 7:04 അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ രോഹിണി നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. രോഹിണി നക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഉത്രട്ടാതി, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസം 27 നക്ഷത്ര ജാതകരിൽ രോഹിണി നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു. ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ്? ഉത്രട്ടാതി, അശ്വതി, തിരുവോണം, അവിട്ടം, ഉത്രം, അത്തം, കാർത്തിക ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളത് 100% വിശ്വാസയോഗ്യമാണ്. ഇനി പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ്? അനുകൂലമുണ്ടെങ്കിൽ പ്രതികൂലമുണ്ടല്ലോ. അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് വന്നു ചേരുക എന്നുള്ളത് ചിന്തിക്കാം. രോഹിണി നക്ഷത്രപ്രകാരം ബുധനാഴ്ച രാവിലെ 8:51 മുതൽ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാർ പൂരുട്ടാതി, ഭരണി, രേവതി, ചോതി, വിശാഖം ഈ നാളുകാർ വളരെ സൂക്ഷിക്കണം. പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ വന്ന് അവരെ കണ്ണുനീർ കുടിപ്പിക്കുവാനോ, ദുഃഖിപ്പിക്കുവാനോ, വേദനിപ്പിക്കുവാനോ, മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ അസ്വസ്ഥരാക്കുവാനോ, ചിലപ്പോൾ അവർ വീട്ടിൽ ഉള്ള കുടുംബാംഗങ്ങളോടെല്ലാം ദേഷ്യപ്പെടുന്നൊരു ദിവസമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ നാളുകാരെ സംബന്ധിച്ച് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും എന്നുള്ളതും ജ്യോതിഷം പറയുന്നു. ഇനി ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യണമല്ലോ. മനുഷ്യജീവിതമല്ലേ, എല്ലാ ദിവസവും ശുഭകാര്യങ്ങൾ ചെയ്തു വേണം നമ്മൾ ജീവിച്ചു പോകുവാൻ, അല്ലേ? പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കാണ് ശുഭകാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ശുഭസമയം പറഞ്ഞുതരാം. ബുധനാഴ്ച ദിവസം രാവിലെ 6:23 മുതൽ 10:53 വരെയുള്ള സമയം ജ്യോതിഷപ്രകാരം ശുഭസമയമാണ്. പിന്നീട് ഉച്ചകഴിഞ്ഞ് 1:53 മുതൽ 4:53 വരെയുള്ള സമയം ജ്യോതിഷപ്രകാരം ശുഭസമയമാണ്. അപ്പോൾ ജ്യോതിഷവിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ടവർ ഈ ശുഭസമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനിയും സംഖ്യാശാസ്ത്രമാണ് പതിവ് പോലെ പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തിലുള്ള തീയതി 2 അപ്പോൾ ഏതൊരു മാസം 2, അതുപോലെ തന്നെ 11, 20, 29 എന്നീ തീയതികളിൽ ജനിച്ചവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് സംഖ്യാജ്യോതിഷം പറയുന്നു പച്ച, വെള്ള നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ BKR എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തന്നെ വന്നു ചേരുമെന്നാണ് സംഖ്യാജ്യോതിഷത്തിൻ്റെ അഭിപ്രായം. സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ ഇക്കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്യുക. ഇനി എൻ്റേതായിട്ടുള്ളൊരു റിക്വസ്റ്റാണ്.
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം ശനിയുടെ മാറ്റം കൊണ്ട് എൻ്റെ ജീവിതത്തിലും തടസ്സങ്ങൾ തന്നെ. ഈ വീഡിയോ യാതൊരു കാരണവശാലും എനിക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. ഫോൺ എനിക്ക് പ്രതികൂലമായി, അതുപോലെ തന്നെ ജിയോക്കാരുടെ ഡേറ്റ എനിക്ക് പ്രതികൂലമായി. ഞാൻ ഫോൺ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഉടൻ തന്നെ എൻ്റെ ഫോണിലെ ഡേറ്റ തീരുകയാണ്. പിന്നെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ കുറേ വട്ടം കറങ്ങി. പിന്നെ ഞാൻ ശനീശ്വരനോട് താണു വീണ് ചോദിച്ചു, എൻ്റെ ശനീശ്വര, എന്നെ ഈ വീഡിയോ ചെയ്യുവാൻ അനുവദിക്കത്തില്ലേ? എന്നോട് എന്താണ് ഇങ്ങനെ എന്നൊക്കെ പ്രാർത്ഥിച്ചു മന്ത്രമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇപ്പോൾ രാത്രി 12 മണി കഴിഞ്ഞു. അതായത് ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ചൊവ്വാഴ്ച ദിവസം രാവിലെ 11 മണി 12 മണിക്കൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. എന്നാൽ എന്നെ വട്ടം കറക്കിയത് കൊണ്ട് ഞാൻ വീഡിയോ ചെയ്തേ അടങ്ങൂ എന്നുള്ളൊരു തീരുമാനപ്രകാരം ഞാനും അങ്ങനെ വാശി പിടിച്ചു. അങ്ങനെ ബുധനാഴ്ച ദിവസത്തെ വീഡിയോ ഇപ്പോൾ ബുധനാഴ്ച ദിവസം ആരംഭിക്കുന്ന സമയമായ 12 മണി, ആ 12 മണി കഴിഞ്ഞുള്ള 57 മിനിറ്റിനാണ് ഞാനിപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ആരംഭിച്ചത്. പ്രിയപ്പെട്ടവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഫോണിൽ ഈ വീഡിയോ കാണണം. ആ ഒരു വാശിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. ഞാൻ ശനീശ്വരനോട് താണു വീണ് അപേക്ഷിച്ചൊക്കെയാണ് തടസ്സങ്ങളെല്ലാം മാറ്റിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കുക, കാണുക. പതിവ് പോലെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം മുടങ്ങിപ്പോകുമ്പോൾ വലിയൊരു വിഷമമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ ത്യാഗം സഹിച്ച് വീഡിയോ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവർ സഹകരിക്കുക. അപ്പോൾ ഇനി ചിന്തിക്കാൻ പോകുന്ന വിഷയം, ബുധനാഴ്ച ദിവസം രോഹിണി നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് ധനപരമായ നേട്ടം ഉണ്ടാകുക എന്നുള്ളതാണ് ചിന്തിക്കാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ കാർത്തിക, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി. ഇത്രയും നാളുകാരുടെ ജീവിതത്തിലായിരിക്കും ധനപരമായ നേട്ടം വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ധനപരമായ നേട്ടം വന്നു ചേരുന്ന നാളുകാർ കാർത്തിക, പുണർദം, മകം, അത്തം, വിശാഖം, മൂലം, തിരുവോണം, പൂരുട്ടാതി, അശ്വതി, രോഹിണി. ഇനി ലോട്ടറി ഭാഗ്യം ഏതൊക്കെ നാളുകാർക്കാണെന്നുള്ളത് കൂടി പറഞ്ഞു തരാം. ലോട്ടറി ഭാഗ്യം മേടക്കുറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർദം മുക്കാൽ നാളുകാർക്ക് പ്രതീക്ഷിക്കാം. മകരക്കുറിൽപ്പെട്ട ഉത്രാട മുക്കാൽ, തിരുവോണം, ഔട്ടൻ 2 പാദം നാളുകാർക്ക് പ്രതീക്ഷിക്കാം. കുംഭക്കുറിൽപ്പെട്ട ഔട്ടൻ 2 പാദം, ചതയം, പൂട്ടാതി മുക്കാൽ നാളുകാർക്കും പ്രതീക്ഷിക്കാം. ഇത്രയും ജ്യോതിഷപരമായ കാര്യങ്ങളോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്, അസ്ട്രോളജി മലയാളം എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.